ഒരു പാർട്ടിയുടെ ഏറ്റവും കരുത്ത് എന്നത് ആ പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെയാണ്. പാർട്ടിയെ നേരായ വഴിക്ക് നയിക്കുക എന്നത് അധ്യക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തോൽവിയിലേക്ക് തകർന്നു വീണ കോൺഗ്രസിനെ തിരിച്ച് വിജയപാതയിലേക്ക് നയിക്കുവാൻ വേണ്ട അഴിച്ചുപണികൾ കോൺഗ്രസിൽ നിർബന്ധമായി വന്നു. KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും മാറ്റണം. അങ്ങനെ KPCC അധ്യക്ഷനായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന് പകരം K. സുധാകരനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം VD സതീശനും എത്തുന്നു. ഇപ്പോൾ അതേ K. സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ഒരു തീരുമാനം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പാർട്ടിക്കുള്ളിൽ അലയടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുധാകരന് മണ്ഡലത്തിൽ കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന ഒരു കാര്യം മുൻപോട്ട് വെച്ചുകൊണ്ട് MM ഹസനെ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത്. അവിടെയും കൃത്യമായ ഗ്രൂപ്പ് തന്ത്രങ്ങളാണ് നേതാക്കന്മാർ പയറ്റിയത്. A ഗ്രൂപ്പിന് താല്പര്യമുള്ള MA ലത്തീഫ് അടക്കമുള്ള നേതാക്കന്മാരെ പാർട്ടി പുറത്താക്കിയവരെ തിരിച്ച് പാർട്ടിക്കുള്ളിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയതടക്കം K. സുധാകരനെ മാറ്റി നിർത്തുന്ന പല തന്ത്രങ്ങളും പാർട്ടിക്കുള്ളിൽ പയറ്റിയിരുന്നു. അങ്ങനെ K. സുധാകരൻ താൽക്കാലികമായി KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു. പിന്നീട് ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷമാണ് K. സുധാകരൻ പ്രസിഡന്റായി വീണ്ടും അധികാരമേൽക്കുന്നത്. അധികാരമേൽക്കുന്ന ചടങ്ങിൽ MM ഹസൻ പങ്കെടുത്തിട്ടുമില്ല. K. സുധാകരനെ മാറ്റി MM ഹസനെ വർക്കിംഗ് പ്രസിഡന്റാക്കി പിന്നീട് അദ്ദേഹത്തെ എന്നേക്കുമായി ആ സ്ഥാനത്ത് നിന്ന് മാറ്റാമെന്നായിരുന്നു ദേശീയ തലത്തിൽ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരുടെയും കേരളത്തിലെ നേതാക്കന്മാരുടെയും ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത് പാർട്ടിക്കകത്തും പുറത്തും പടരുന്ന ഒരു വാർത്തയാണ്. എന്നാൽ ഒരുപാട് പണിപ്പെട്ട് തിരിച്ച് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയ K. സുധാകരൻ പിന്നീട് നേതാക്കന്മാർക്കെതിരെ കടുത്ത രീതിയിൽ തന്നെ പ്രതികരിക്കുവാൻ ആരംഭിച്ചു. MA ലത്തീഫിനെ വീണ്ടും പുറത്താക്കിയതടക്കമുള്ള നടപടികളൊക്കെ അതിൻ്റെ പ്രതിഫലനം മാത്രമാണ്. എന്തായാലും കാലാവധി അവസാനിക്കുവാൻ പോകുന്ന K. സുധാകരൻ്റെ അധ്യക്ഷ സ്ഥാനത്തിന് വീണ്ടും കാലയളവ് കൂട്ടി നൽകുവാനുള്ള തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ളത് തീർച്ചയായി. പാർട്ടിയുടെ ഏറ്റവും മോശപ്പെട്ട ഒരു സമയത്ത് അധ്യക്ഷനായി എത്തി പാർട്ടി പത്രത്തെയും പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെയും കേന്ദ്ര സംവിധാനത്തെയും ഒക്കെ കൊണ്ടുവരുമെന്നും അത് നിലനിർത്തുമെന്നും ഒക്കെ പറഞ്ഞ K. സുധാകരന് പിന്നീട് തെരഞ്ഞെടുപ്പും ശാരീരിക അസ്വസ്ഥതയും പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും ഒക്കെ വലിയ കാലതാമസം ഉണ്ടാക്കി. അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ഒരു അധ്യക്ഷനായി K. സുധാകരൻ മാറുകയും ചെയ്യുന്നു. ഇനി ആ സ്ഥാനത്തേക്ക് ആരെത്തും എന്നുള്ളതാണ് ചോദ്യം. ആരെയായിരിക്കും അവിടെ പരിഗണിക്കുക? കഴിഞ്ഞ കുറേ കാലങ്ങളായി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈഴവ സമുദായത്തിൽപ്പെട്ട പാർട്ടി അംഗങ്ങളെ പരിഗണിക്കുന്ന കോൺഗ്രസ് ഇക്കുറി ഹിന്ദു പ്രസിഡന്റിന് പകരം ക്രൈസ്തവ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരെയെങ്കിലും പരിഗണിക്കുവാനായിരിക്കും സാധ്യത ഏറെയെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആരായിരിക്കും ആ മുഖ്യധാരയിലേക്ക് എത്തുന്നവർ? മുസ്ലിം സമുദായത്തിൽപ്പെട്ട കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവെന്ന രീതിയിൽ വർക്കിംഗ് പ്രസിഡന്റായിട്ടിരുന്ന MM ഹസനും ഒപ്പം T. സിദ്ദിഖിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും പേരുകൾ അവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ പട്ടികയിൽ കൃത്യമായി തന്നെ പറയാം. ഇനി ക്രൈസ്തവ സമുദായത്തിനാണ് പരിഗണന ലഭിക്കുന്നതെങ്കിൽ ബെന്നി ബെഹനാനും ജോസഫ് വാഴക്കനും KC ജോസഫ് അടക്കമുള്ള നേതാക്കന്മാർക്കും ഇടമുണ്ടാകാം. പക്ഷേ കേരളത്തിൽ ഹൈന്ദവ വോട്ടർമാർ എല്ലാം BJPക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം വളർന്നു വരുന്ന ഈ സമയത്ത് സ്വാഭാവികമായും പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് ക്രൈസ്തവ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ പരിഗണിക്കുമ്പോൾ അത് ഭൂരിഭാഗം വരുന്ന ഹൈന്ദവ പ്രവർത്തകരെയും അനുയായികളെയും ബാധിക്കുമോ എന്നൊരു ഭയവും കോൺഗ്രസിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരാകാനും സാധ്യതയില്ല. ഈ സമയത്താണ് മറ്റൊരു വാർത്ത കോൺഗ്രസിനുള്ളിൽ പരക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണം എന്ന ഒരു ചോദ്യത്തിന് രാഹുൽ ഗാന്ധിയുടെ താല്പര്യമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിക്ക് 50 വയസ്സിന് താഴെ പ്രായമുള്ള ചെറുപ്പക്കാരനായ ഒരാളെ അധ്യക്ഷനാക്കണം എന്നൊരു താല്പര്യമുണ്ട്. അങ്ങനെ വന്നാൽ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആരാകും KPCCയുടെ അധ്യക്ഷനാകുവാൻ പോകുന്നത്? 50 വയസ്സിന് താഴെ പ്രായമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെന്ന് പറയുമ്പോൾ അവിടെ പരിഗണിക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട 3 പേരുകൾ PC വിഷ്ണുനാഥും T. സിദ്ദിഖും ഷാഫി പറമ്പിലുമാണ്. കൊല്ലം ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളും കോൺഗ്രസിന് കൈവിട്ടു പോയ സമയത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ഫിഷറീസ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കുണ്ടറയിൽ വിജയിച്ചു വന്ന PC വിഷ്ണുനാഥാണ് ഒന്നാമത്തെ പരിഗണനയിലുള്ള നേതാവ്. സ്വാഭാവികമായും പാർട്ടി കോട്ടയായ കൊല്ലത്ത് നിന്ന് തൻ്റെ നിയോജക മണ്ഡലത്തെ സംരക്ഷിച്ച് UDF പാളയത്തിലേക്ക് എത്തിച്ച PC വിഷ്ണുനാഥന് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നേതൃപാഠവുമുള്ള ഒരു നേതാവാണ്. വർഷങ്ങളായുള്ള പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് ആർജിച്ചെടുത്ത പാഠങ്ങളെല്ലാം ഒരു KPCC അധ്യക്ഷൻ എന്ന രീതിയിൽ PC വിഷ്ണുനാഥന് വളരെ ഗുണപ്രദമാകും. രണ്ടാമത് T. സിദ്ദിഖാണ്. കോൺഗ്രസിലെ ചെറുപ്പക്കാരനായ ഒരു നേതാവ്, സ്വാഭാവികമായും ജനസമ്മതനായ ഒരു നേതാവ്. വയനാടും കോഴിക്കോടും അങ്ങനെ മലബാർ ഇടങ്ങളിലെല്ലാം ചെറുപ്പക്കാരുടെ ഇടയിൽ
കൃത്യമായ വേരോട്ടം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു നേതാവ്. സ്വാഭാവികമായും അദ്ദേഹം KPCC അധ്യക്ഷനായി വരുമ്പോൾ അത് ചെറുപ്പക്കാർക്കിടയിൽ വലിയ സംസാര വിഷയം തന്നെയാകും. അതിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്ന് ഷാഫി പറമ്പിലിൻ്റെ പേരാണ്. പാർട്ടിയുടെ എല്ലാ മോശപ്പെട്ട മണ്ഡലങ്ങളിലും മത്സരിച്ച് വിജയിച്ചു വരുവാൻ സാധ്യതയും കരുത്തുമുള്ള നേതാവ്, ചെറുപ്പക്കാരുടെ ഇടയിൽ കൃത്യമായ ഇടമുള്ള നേതാവ്, വികസനത്തിൻ്റെ പേരിൽ ഇതുവരെ പഴികേക്കേണ്ടി വന്നിട്ടില്ലാത്ത നേതാവ്. അങ്ങനെ ഷാഫി പറമ്പിലിനും ഉണ്ട് പട്ടങ്ങൾ നിരവധി. ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷനായാൽ സ്വാഭാവികമായും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പാർട്ടിയുടെ നടപടികൾക്കും രീതികൾക്കും ചിട്ടകൾക്കുമൊക്കെ വലിയ മാറ്റമുണ്ടാകുമെന്നും ചെറുപ്പക്കാർക്ക് കൂടുതൽ മുൻഗണന ലഭിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് പാർട്ടിയുടെ എല്ലാ ഗുണദോഷങ്ങളെയും മനസ്സിലാക്കി പ്രവർത്തനത്തെ ചിട്ടയോടുകൂടി മുൻപോട്ട് നയിക്കുവാൻ കഴിയുന്ന ധീരനായ ഒരു നേതാവായ കെ സുധാകരന് കഴിയാത്തത് എങ്ങനെയാണ് ചെറുപ്പക്കാരായ ഈ 3 നേതാക്കന്മാർക്ക് കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വരാൻ പോകുന്ന KPCC അധ്യക്ഷനായി പിന്നീട് പരിഗണിക്കുവാൻ കഴിയുന്ന മറ്റൊരു പേര് മാത്യു കുഴൽനാടൻ്റേതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണ വിജയനുമൊക്കെ നിയമത്തിൻ്റെ മുൻപിൽ ആരോപണ വിധേയരായി നിർത്തിക്കൊണ്ട് മാധ്യമ ശ്രദ്ധ നേടിയ നിരവധി വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ നിയമപാലകനായി ഇടപെട്ടിട്ടുള്ള, ചെറുപ്പക്കാർക്കിടയിലും മലയോര മേഖലകളിലും ക്രൈസ്തവ ഇടങ്ങളിലുമൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവാണ് മാത്യു കുഴൽനാടൻ. അദ്ദേഹത്തിനും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു അവസരം ലഭിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. എന്നാൽ രാഹുൽ ഗാന്ധി മുൻപോട്ട് വയ്ക്കുന്ന ചില ക്രൈസ്തവ പേരുകളും അവിടെ ചർച്ചയാകുന്നുണ്ട്. ഡീൻ കുര്യാക്കോസിൻ്റെയും റോജി എം ജോണിൻ്റെയും ഹൈബീഡൻ്റെയും പേരുകളാണ് മുൻനിരയിൽ ആ കൂട്ടത്തിലുള്ളത്. പക്ഷേ അവർക്കെല്ലാം പ്രാദേശിക തലത്തിലുള്ള ഇടപെടലുകൾ മാത്രമേ ഉള്ളൂ എന്നും സംസ്ഥാനമൊട്ടാകെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയും കരുത്തും ഈ 3 നേതാക്കന്മാർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് KPCCയിലെ ഒരു വിഭാഗം നേതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ട് ഇവരാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ചെറുപ്പക്കാരെ, 50 വയസ്സിന് താഴെ പ്രായമുള്ളവരെ, ചുറുചുറുക്കുള്ളവരെ, പാർട്ടിയുടെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് എല്ലാ പരിചയസമ്പന്നതയുമുള്ളവരെ പരിഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും PC വിഷ്ണുനാഥും T സിദ്ദിഖും ഷാഫി പറമ്പിലും മാത്യു കുഴൽനാടനും ഒക്കെ ആയിരിക്കും വരാൻ പോകുന്ന KPCC അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുവാൻ പോകുന്നത്. പക്ഷേ KPCC അധ്യക്ഷനായിരിക്കുമ്പോൾ അവിടെ പരിഗണിക്കേണ്ട മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തികപരമായ കരുത്താണ്. ആ കരുത്ത് കോൺഗ്രസിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ സ്വാഭാവികമായും ഫണ്ട് സ്വരൂപിക്കുവാൻ കഴിയുന്ന കരുത്തനായ ഒരു നേതാവായിരിക്കണം KPCC അധ്യക്ഷനാകുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് അത് കഴിഞ്ഞിരുന്നു. പിന്നീട് ആർക്കും അതങ്ങനെ കാര്യമായി നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അടൂർ പ്രകാശ് ആയിരിക്കും. അടൂർ പ്രകാശിനെ സംബന്ധിച്ച് പാർട്ടിയെ നയപരമായി മുൻപോട്ട് കൊണ്ടുപോകാനും സാമ്പത്തികപരമായി ശക്തിപ്പെടുത്തുവാനും കഴിയുന്ന എല്ലാ ശക്തി കേന്ദ്രങ്ങളുമുള്ള നേതാവാണ്. ഒപ്പം മണ്ഡലത്തെ കോൺഗ്രസിൻ്റെ അനുകൂല മണ്ഡലമാക്കി മാറ്റുവാൻ കഴിയുന്ന കരുത്തുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ സാമ്പത്തികപരമായ ഒരു ബുദ്ധിമുട്ടും കോൺഗ്രസിന് ഉണ്ടാകില്ല എന്നും ഒപ്പം ഏത് തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും പയറ്റി കോൺഗ്രസിനെ കേരളത്തിൽ നിലനിർത്താൻ കഴിയുന്ന ഒരു ശക്തി കേന്ദ്രമായി മാറും എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. അതല്ല എങ്കിൽ മലബാർ മേഖലയിൽ നിന്ന് ഒരാളെ പരിഗണിക്കുകയാണെങ്കിൽ കെ സുധാകരന് ശേഷം പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി MK രാഘവനെ പരിഗണിക്കാം. MK രാഘവൻ കോഴിക്കോടും വയനാടും മലപ്പുറത്തും പൊന്നാനിയിലും അങ്ങനെ മലബാർ മേഖലകളിലെല്ലാം സ്വാധീനമുള്ള ഒരു നേതാവാണ്. MK രാഘവൻ തലസ്ഥാന നഗരിയിൽ KPCCയുടെ അധ്യക്ഷനായാൽ സ്വാഭാവികമായും അത് മലബാർ മേഖലയും തിരുവനന്തപുരത്തെയും സംസ്ഥാന തലത്തിലുള്ള കോൺഗ്രസ് നേതൃത്വങ്ങളെയെല്ലാം ഒരു ഊർജ്ജസ്വലമായ പാർട്ടി പ്രവർത്തന രീതിയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന കരുത്തുറ്റ ഒരു നേതാവാകാനും സാധ്യത ഏറെയാണ്. ഇത്രയേറെ പേരുകൾ പരിഗണനയിൽ നിൽക്കുമ്പോഴും അവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. കണ്ണൂർ എന്ന ഇടതുപക്ഷത്തിൻ്റെ കോട്ടയിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുത്തുയർത്തിയ കെ സുധാകരന് കഴിയാത്ത എന്തു മറിമായമായിരിക്കും ഈ നേതാക്കന്മാർ KPCCക്ക് വേണ്ടി മുൻപോട്ട് കൊണ്ടുവരുവാൻ പോകുന്നത്. വീക്ഷണം പത്രത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനും കേഡർ സംവിധാനം നിലനിർത്തുവാനും പാർട്ടിയെ അച്ചടക്കത്തോടുകൂടി മുൻപോട്ട് നയിക്കുവാനും ശ്രമിച്ച കെ സുധാകരന് കാലിടറുമ്പോൾ ഈ യുവ നേതാക്കന്മാർ നാളത്തെ യുവ തുർക്കികളാകുമോ എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നു.